ജന്മാദ്യസേതോന്നയാതിതരതച്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്തി യത്സൂരയ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മുഷാ ധാംനാ സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്ക് നന്ദിയും രേഖപ്പെടുത്തുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം 1-ാം അധ്യായം 39 വരെയാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇതിൽ ആരുടെയൊക്കെ കുശലങ്ങളാണ് വിദുരൻ ചോദിക്കുന്നത്. അനിരുദ്ധൻ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇത് 4-ാമത്തെയാണ് അനിരുദ്ധൻ. അങ്ങനത്തെ ആളും ഹൃദീകൻ, അതുപോലെ ചാരുദേഷ്ടൻ, ഗതൻ മുതലായവർക്കും ധർമ്മത്തിൻ്റെ മൂർത്തിയായ ധർമ്മപുത്രർക്കും കാലടിപ്പാടുകൾ വയ്ക്കുമ്പോൾ തന്നെ ഭൂമിയെ വിറപ്പിക്കുന്ന ഭീമനും ഒക്കെ സുഖമല്ലേ എന്നാണ് ചോദിച്ചത്. സാക്ഷാൽ പരമേശ്വരനെ കൂടി യുദ്ധത്തിൽ സന്തോഷിപ്പിച്ചതായിട്ടുള്ള അർജുനൻ എന്ത് പറയുന്നു എന്നും ചോദിക്കേണ്ടായി. അടുത്ത് പറയണ യമാവുതസിത്തനയോ പൃഥായ പാർത്തേർ മൃതോ പക്ഷ്മവിരക്ഷിണീവ രേമാത ഉദ്ദായ മൃതേ സ്വരിക്തം പരാർത്തുപർണാവിവ വജ്രവക്ത്രാത്. പക്ഷമഭി, കൺപോളകളാൽ, അക്ഷിണി ഇവ, 2 നേത്രങ്ങളെ എന്ന പോലെ, പാർത്ഥൈ വൃതൗ, പാണ്ഡവന്മാരാൽ സംരക്ഷിക്കപ്പെടുന്ന, യമൗ, ഒരേ സമയത്തിൽ ജനിച്ച 2 പേർ, നകുല സഹദേവന്മാർ. യമൗ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ജനിച്ച 2 നല്ല അർത്ഥത്തിൽ കാണിക്കണ വാക്കാണ് യമൗ. പൃഥായ തനയോ, കുന്തിയുടെ പുത്രന്മാർ. ഇന്ദ്രൻ്റെ മുഖത്തിൽ നിന്നാണ് വജ്രി വക്ത്രാത്, വജ്രം കയ്യിൽ പിടിച്ചവൻ. ആരാത്? ഇന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ നസ്വരിക്തം, അവരുടെ അവകാശത്തെ ഗരുഡൻ എന്ന പോലെ, അതാണ് സുപർണാവു ഇവ. പരാത് സ്വരിക്തം, അവരുടെ ധനത്തെ എടുത്തിട്ട്. ഉദസ്സിത് രേമാത, രമിക്കുന്നുവോ. കുന്തിയുടെ സംരക്ഷണത്തിൽ വളർന്ന് ഉപമിച്ചിരിക്കുകയാണ്. എപ്രകാരം കൺപോളകൾ കണ്ണിനെ രക്ഷിക്കുന്നുവോ അതേപോലെ ധർമ്മപുത്രാദികളാൽ സംരക്ഷിക്കപ്പെടുന്ന നകുല സഹദേവന്മാർ, ഒടുവിലത്തെ ഇളയ സഹോദരന്മാരാണ്. അവർക്ക് സംരക്ഷണം ആവശ്യമുണ്ടല്ലോ. ആ നകുല സഹദേവന്മാർ ഇന്ദ്രനിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ബലമായി ഗ്രഹിച്ച് സുഖമായി ഇരിക്കുന്നുവോ പറയണം. ഗരുഡപക്ഷികളോട് ഉപമിച്ചിരിക്കണമെന്ന് മാത്രം. ഒരു ഗരുഡനില്ല, ഇവിടെ 2 ഗരുഡൻ വേണം. കാരണം 2 ആളുകളാണല്ലോ നകുല സഹദേവൻ. ഒരു ഗരുഡൻ്റെ ഗാംഭീര്യം, അത് 2 ഗരുഡൻ അമൃതം സംഭരിച്ചാൽ എങ്ങനെയുണ്ടാവും? അതുപോലെ ഗാംഭീര്യത്തോടു കൂടിയ നകുല സഹദേവന്മാർ എന്നർത്ഥം. അപ്പോൾ അവർ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടോ എന്ന് കുശലാന്വേഷണമാണ്. നകുല സഹദേവന്മാരെക്കുറിച്ച് അന്വേഷിച്ചു, അത്രയേ ഉള്ളൂ. അഹോ പ്രതാപിത്രിയത അർഭകാർത്ഥേ രാജർഷിവര്യേണ വിനാപിതേന യസ്തേകവീരോ അധിരഥോ വിജിഗ്യേ ധനുർദ്വിതീയ കകുപച്ചതസ്ര. ഇനി അതിരഥൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളാണ് ബാക്കിയൊക്കെ. ആരാ അതിരഥൻ? ഏകവീര, യൂണിക് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, സാദൃശ്യം ഇല്ലാത്ത പരാക്രമിയും. പിന്നെ ധനുർദ്വിതീയ, ബില്ലു മാത്രമാകുന്ന സഹായത്തോടു കൂടിയവനും. യാതൊരുത്തൻ ചതസ്ര കകുപ, 4 ദിക്കുകളെ ജയിച്ചുവോ. ചതസ്ര 4 കകുപ ദിക്കുകൾ. എന്നിട്ടും
തേന രാജർഷിവര്യേണ വിനാ അപി, രാജർഷി ശ്രേഷ്ഠനോട് വേർപെട്ടിട്ട് രാജർഷി ശ്രേഷ്ഠനില്ലാതെയും തങ്ങൾക്ക് വേണ്ടി കുന്തിദേവിയെ രക്ഷിക്കുന്നു. മഹാ അത്ഭുതം എന്ന് പറഞ്ഞിരിക്കുകയാണ് ബത. കുന്തിദേവിയുടെ കുശലം ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നത് തന്നെ അതികഷ്ടം എന്ന അഭിപ്രായം. ഏകവീരനും രഥത്തിൽ കരയേറിയിരുന്ന് യുദ്ധം ചെയ്യുന്നതിൽ നിപുണനും ആയിട്ടുള്ള വില്ല് ധരിച്ചതായ അതിരഥന് സുഖമല്ലേ? ആ അതിരഥനിൽ നിന്ന് വേറിട്ടും അവിടെ കഴിയുന്ന കുന്തി വളരെ ക്ലേശങ്ങൾ സഹിച്ച ഒരു സ്ത്രീയാണ്. ചരിത്രത്തിലും പുരാണത്തിലും ഇത്രയധികം ക്ലേശങ്ങൾ സഹിച്ചിട്ടുള്ളൊരു സ്ത്രീ ഉണ്ടോ എന്ന് സംശയമാണ്. പിന്നെ സീതയാണ് പറയാനുണ്ടെങ്കിൽ. അപ്പോൾ ആ കുന്തി സുഖമായിരിക്കുന്നുവോ? ചോദിക്കണ തന്നെ കഷ്ടം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ബത. ആ കുന്തിയുടെ കാര്യമൊക്കെ പറയാതിരിക്കുകയാണ് ഭേദം. അഹോ പ്രതാപിത്തേത് ഭഗാർത്തേ രാജർഷിവര്യേണ വിനാപിതേന, വിധവേണ ഇല്ലേ? അതാണ് രാജർഷിവര്യേണ വിനാ, ഭർത്താവില്ല. അത് തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് വളരെയധികം ക്ഷീണമാണ്. രാജർഷിവര്യേണ വിനാ, പാണ്ഡവില്ലാതെ യസ്തേക വീരോതിരഥോ വിജിക്യേ തനുർദ്വിതീയ കകുപച്ചതസ്ര, അദ്വിതീയനും ഇല്ലുമാത്ര സഹായവും ആകുന്ന ഏതൊരുവൻ 4 ദിക്കുകളെയും രക്ഷിച്ചുവോ, അത്ര കേമനായിരിക്കുന്ന പാണ്ഡു ഇല്ലാതെ എന്നർത്ഥം. അതിരഥൻ യുദ്ധത്തിൽ, അതായത് തേരിലിരുന്ന് യുദ്ധം ചെയ്യുന്നവനെയാണ് അതിരഥൻ, മഹാരഥൻ എന്നൊക്കെ പണ്ട് പറയുക. ഒരുവിധം യോഗ്യതയുള്ളവർക്ക് നമ്മൾ മഹാരഥന്മാരുണ്ടായിട്ടോ ഇങ്ങനെ. ഒരു മഹാരഥന്മാർ എന്ന് പറഞ്ഞാൽ രഥത്തിലിരുന്ന് യുദ്ധം ചെയ്യാമെന്നാണ് വാക്കിൻ്റെ അർത്ഥം. നമ്മളത് പിന്നെ കുറേ കേമത്തുള്ളവർക്ക് പറയാൻ തുടങ്ങി. സാധാരണക്കാർക്ക് എവിടെ രഥമൊക്കെ പഴയ കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ അവർക്ക് രഥമുണ്ടോ? അപ്പം മഹാന്മാർ അല്ലെങ്കിൽ അതിശക്തന്മാർ, മഹാകേമന്മാർ എന്നൊക്കെ പറയേണ്ട. രഥൻ പഴയ പ്രയോഗമാണ്. അപ്പോൾ നമ്മൾ ആ പ്രയോഗം അവിടെ നിലനിർത്തിക്കണം. മഹാരഥന്മാരുണ്ടായിട്ടോ എങ്ങനെ ഈ മഹാരഥന്മാരാവും? ഇന്നത്തെ ആൾക്കാർ രഥത്തിലിരുന്ന് സമർത്ഥമായി യുദ്ധരംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് ശരിക്കും മഹാരഥന്മാർ. അല്ലാണ്ട് അത് എല്ലാ കേമത്തുള്ളവർക്കും ചേർക്കുന്നത് വ്യാകരണ പ്രകാരം ശബ്ദശാസ്ത്ര പ്രകാരം തെറ്റാണ്, വൊക്കാബുലറി പ്രകാരം. എന്തോ ആവട്ടെ, അത്രയും കേമനായിരിക്കുന്ന പാണ്ഡു ഇല്ലാതെ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിരഥനായിരിക്കുന്ന പാണ്ഡുവിൻ്റെ അഭാവത്തിൽ, അതിരഥൻ ഇവിടെ വിശേഷണമാണ്. ആ കുന്തിദേവി എത്ര ക്ലേശങ്ങളാണ് സഹിച്ചത്. 4 ദിക്കുകളെയും ജയിച്ച ആളാണ് പാണ്ഡു. അത്തരത്തിലുള്ള പാണ്ഡു ഉണ്ടെങ്കിൽ കുന്തിദേവിക്ക് സ്വസ്ഥതയുണ്ടെന്ന് പറയുന്ന അത്ഭുതമില്ല. പക്ഷെ ആ ആ അതിരഥനായ പാണ്ഡു ഇല്ലാതെയും തൻ്റെ മക്കളാൽ സംരക്ഷിക്കപ്പെട്ട ധൈര്യം കൈവിടാത്തതായ കുന്തി സുഖമായി ഇരിക്കുന്നുവോ? സൗമ്യാനുശോചേ തമതപ്പതന്തം പ്രാത്രേ പരേതായ വിദുദ്രുഗേയ നിർയാപിതോ എന്ത് കൃത്തപുര്യ അഹം സ്വപുത്രാൻ സമനുപ്രദേന. പറയണം സൗമ്യ വിതുര വിളിക്കണു സ്വപുത്രാൻ, തൻ്റെ മക്കളെ സമനുപ്രദേന അനുസരിച്ച് നടക്കുന്ന ഏന യാതൊരുത്തൻ, സുഹൃത്ത് അഹം ഹിതം ഉപദേശിച്ച ഞാൻ, സ്വപുര്യാം തൻ്റെ രാജധാനിയിൽ നിന്ന് നിർയാപിത പുറത്താക്കപ്പെട്ടുവോ, പരേതനായ മരിച്ചുപോയ സഹോദരൻ്റെ നേരെ യാതൊരുവൻ വിദുദ്രുഹേ വിദ്രോഹം ചെയ്തുവോ, അധപ്പതന്തം അധപ്പതിക്കുന്ന അവനെ അനുശോചേ ഞാൻ അനുശോചിക്കുന്നു. ഇവിടെ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഉദ്ധവ എന്ന് വിളിച്ചുകൊണ്ട് അനുജനായ പാണ്ഡുമഹാരാജാവിൻ്റെ പുത്രന്മാരെ ദ്രോഹിക്കുന്നത് മൂലം അനുജനെ തന്നെ ദ്രോഹിക്കുന്നവനും സപുത്രന്മാരുടെ ന്യായരഹിതമായ അഭിപ്രായത്തെ അനുസരിച്ച് ഹിതം പറഞ്ഞ സുഹൃത്തായ എന്നെ പട്ടണത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുവനും നരകത്തിന് അർഹനും ആയ ദുര്യോധനല്ല ധൃതരാഷ്ട്രരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ധൃതരാഷ്ട്രരെക്കുറിച്ച് ഞാൻ ഖേദിക്കുന്നു.
ഇവിടെ പറഞ്ഞു. ദുര്യോധനനെക്കുറിച്ചൊന്നും പറയാനില്ല, അത്രയും അധമനാണ്. ഈ ധൃതരാഷ്ട്ര ധർമ്മം അറിഞ്ഞിട്ടും അറിയണ്ട ധൃതരാഷ്ട്ര ഇത്രയും കൂടെ ദുഷ്ടനല്ല ശരിക്ക്. പക്ഷേ ഈ ദുര്യോധനനോടുള്ള സ്നേഹമാണ് എല്ലാ അധർമ്മത്തിനും കൂട്ടു നിൽക്കാൻ കാരണമാവുന്നത്. കഷ്ടം ആ ധൃതരാഷ്ട്രക്ക് പറഞ്ഞുകൂടെ ദുര്യോധന അരുത് ഇതൊന്നുമെന്ന്. ആ ദുര്യോധനനെക്കുറിച്ച് ഞാൻ ശോചിക്കുന്നു, ദുഃഖിക്കുന്നു, അനുശോചിക്കുന്നു. കഷ്ടം, ഇങ്ങനെയുണ്ടോ പുത്രസ്നേഹം കൊണ്ട് ഒരാൾ അധപ്പതിക്കുക എന്ന് ചോദിക്കുകയാണ്. എന്നെയും കൂടി പുറത്താക്കിയ ധൃതരാഷ്ട്രർ. സൗമ്യാനുശോചേ, സൗമ്യ, ഞാൻ വളരെ ദുഃഖിക്കുന്നു ആ ധൃതരാഷ്ട്രയുടെ അവസ്ഥ ആലോചിച്ച്. തം അധപതന്തം പ്രാത്രേ പരേതായ വിദു ദ്രുഹേയ. ആ സഹോദരനെ പാണ്ഡുവിനെ ഇത്രയധികം ദ്രോഹിച്ച് എന്നെ പുറത്താക്കും കൂടി ചെയ്തതായ നിർയാപിതോ, പുറത്താക്കുക, നിർയാപിതോ ഏന സുഹൃത് സ്വപുര്യ അഹം സ്വപുത്രാൻ സമനു വ്രതേന. അതിന് പറ്റിയ കുറേ മക്കളുണ്ട്, 100 പേര്. അവരെക്കുറിച്ച് ഞാൻ ശോചിക്കുന്നു, ഖേദിക്കുന്നു. സോഹം ഹരേർമർത്യവിഡംബനേന ദൃശോ നൃണാം ചാലയതോ വിധാതു നാന്യോപലക്ഷ്യ പദവിം പ്രസാദ ചരാമി പശ്യൻ ഗതവിസ്മയോത്ര. ഞാൻ അഹം അഹം മർത്യവിഡംബനേന, മനുഷ്യനാട്യത്താൽ, നൃണാം ദൃശ, മനുഷ്യരുടെ കണ്ണുകളെ ചാലയത, പ്രമിപ്പിക്കുന്നവനും, വിധാതു, സൃഷ്ടികർത്താവും ആയ ഹരേ, ഹരിയെ പറ്റി ഇനി കൃഷ്ണൻ്റെ കാര്യമാണ്. പ്രസാദാത്, ഹരിയുടെ പ്രസാദത്താൽ, അനുഗ്രഹം നിമിത്തം ഗതവിസ്മയ, ആശ്ചര്യപ്പെടാത്തവനും, നാന്യോപലക്ഷ്യ, അന്യന്മാരാൽ അറിയപ്പെടാൻ കഴിയാത്തതും, പദവിയും പശ്യൻ, ഈശ്വരമഹാത്മ്യത്തെ കണ്ടവനുമായിട്ട് ഈ ഭൂലോകത്തിൽ സഞ്ചരിക്കുന്നു. അവരുടെയൊക്കെ കാര്യം പറഞ്ഞ ശേഷം തൻ്റെ കാര്യം പറയുകയാണ്. ആ ഹരിയുടെ മാഹാത്മ്യം കണ്ട് ബോധ്യമായിട്ട് ഈ ലോകത്തിൽ വേറൊരു ചിന്തയും കൂടാതെ ഞാൻ സഞ്ചരിക്കണു. അഹം കൃഷ്ണനെ ശോചിക്കണു. ഹരേ പ്രസാദ, ഭഗവാന്റെ കാരുണ്യ നിമിത്തം ഇത്രയൊക്കെ അധർമ്മങ്ങളും പലതരത്തിലുള്ള പ്രത്യേകതകളും കണ്ടിട്ടും പതറാതെ ഞാൻ നടക്കണു ഉദ്ധവ. ഇത്രയേ ഉള്ളൂ, ഭഗവാന്റെ കാരുണ്യത്താൽ. പിന്നെ കൃഷ്ണൻ്റെ വിശേഷണമാണ് എന്ത്, ബാക്കിയൊക്കെ. മർത്യവിഡംബനേന, ഒരു മനുഷ്യനാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു ആൾക്കാർ. മനുഷ്യനാണോ? വാസ്തവത്തിൽ ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ തെറ്റിച്ചിട്ടുള്ള ആളാണ് ഭഗവാൻ, അല്ലേ? 2 കൈയും കാലും ഉണ്ടാവുകൊണ്ട് മനുഷ്യനാണോ എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് പലരെയും. മർത്യവിഡംബനേന കരേർ ദൃശോ നൃണാം ചാലയതോ വിധാതു. അങ്ങനെ പലരുടെയും കണ്ണുകളെ ഭ്രമിപ്പിക്കുന്ന ആ ഭഗവത് പ്രസാദത്താൽ, ശരിക്കെല്ലാവരാലും കാണപ്പെടാത്ത മാഹാത്മ്യത്താൽ, ചിലർക്കേ ബോധ്യമാവുള്ളൂ. നാന്യോപലക്ഷ്യ, അന്യ എന്നുള്ള വാക്കുന്നതാണ്. അന്യ ഉപലക്ഷ്യ, ഉപലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാണുക, അന്യന്മാർക്ക് കാണാൻ കഴിയാത്ത. ആദ്യത്തെ നെഗറ്റീവാണ്. അന്യോ ഉപലക്ഷ്യ, മറ്റുള്ളവർക്ക് കാണാൻ കഴിയാതെ സഞ്ചരിക്കുന്ന. ഭഗവത് അനുഗ്രഹത്താൽ, കൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ ഞാൻ സഞ്ചരിക്കുന്നു. നൂനം നൃപാണാം ത്രിമതോത്പദാനാം മഹീം മുഹോച്ചാലയതാഞ്ചമൂപി പഥപ്രപന്നാർത്തി ജിഗീഷേഷോ ഉപേക്ഷിതാകം ഭഗവാൻ കുരുണാം. ദുര്യോധനൻ്റെ കാര്യമാണ് ഇവിടെ. എന്താ പറഞ്ഞാൽ ത്രിമതോപധാനാം, 3 വിധത്തിലുള്ള അഹങ്കാരം. ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ വിദ്യ, ധനം, വംശം. വേറെയും പലതുകൊണ്ടും ഉണ്ടാവാം കേട്ടോ അഹങ്കാരം. ജ്ഞാനം കൊണ്ടുണ്ടാവാം, സൗന്ദര്യം കൊണ്ടുണ്ടാവാം, ശക്തി കൊണ്ടുണ്ടാവാം. ഇവിടെ 3 പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താ 3? വിദ്യ, ധനം, വംശം എന്നാണ് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. നല്ല കുലത്തിൽ ജനിച്ചവൻ, കുരുവംശമാണ്. ഇവർ രണ്ടാളുടെയും റൂട്ട് കുരുവംശം എന്നാണ് പറയുക. അപ്പോൾ വംശ മാഹാത്മ്യം കൊണ്ട്, പിന്നെയോ വിദ്യ, അറിവുണ്ടോ, പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതുകൊണ്ട്, പൈസയുണ്ട് ധാരാളം. എന്താ കാരണം വെച്ചാൽ അഷ്ടൈശ്വര്യസിദ്ധി ഉണ്ട് അത്രേ ദുര്യോധനനെ. അതുകൊണ്ടൊന്നും മനുഷ്യൻ നന്നായിക്കൊള്ളണമെന്നില്ല. യഥാർത്ഥ ധനം അല്ല എന്നാണ്. ഇപ്പം അഷ്ടൈശ്വര്യസിദ്ധി ഉള്ളതുകൊണ്ട് ധനം കൊണ്ടും
കുറച്ച് അറിവും എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും നല്ല വംശത്തിൽ ജനിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും അഹങ്കാരം ത്രിമതോത്പഥാനാം, മതം അഹങ്കാരം, ത്രിമതം 3 മതം, അഹങ്കരിച്ചതായ ചമൂബി സൈന്യങ്ങളാൽ ഭൂമിയെ ചലിപ്പിക്കുന്നവനായ, സൈന്യങ്ങളുണ്ട് കയ്യിൽ, അതാണ് ആകെയുള്ള രക്ഷ, സൈന്യമുണ്ട് കയ്യിൽ. ഇപ്പം ചമൂബി എന്ന് പറഞ്ഞാൽ സൈന്യങ്ങളാൽ, ചമൂബി മഹീം ഭൂമിയെ അടക്കി ഭരിക്കുന്നവനായ, ത്രിമതോത്പദാനാം ചമൂബി പിന്നെ ഭൂമിയെ അടക്കി ഭരിക്കുന്നവനായ, മഹി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്, അതിനെ ചാലയതാം ഇളക്കി മറിക്കുക, ഇവിടെ ഭരിക്കുക എന്നർത്ഥമുള്ളൂ. പിന്നെ വധാത് പ്രപന്നാർത്ഥി ജിഹീഷയാ, ശരണാഗതന്മാരുടെ ദുഃഖം തീർപ്പാനുള്ള ആഗ്രഹത്താൽ കൃഷ്ണനും കുരുക്കളുടെ പാപവൃത്തിയെ ഉപേക്ഷിച്ചു. ദുര്യോധനൻ അല്ലെങ്കിൽ കുരുക്കൾ അവരെ പൊതുവേ പറയുക, ആ ഭഗവാൻ പോലും കൗരവരെ തിരിഞ്ഞ് നോക്കിയില്ല. ഭഗവാന്റെ സംരക്ഷണം അവർക്ക് കിട്ടിയില്ല, പാണ്ഡവർക്കേ കിട്ടിയുള്ളൂ. എന്തിനു വേണ്ടിയിട്ട്? ആശ്രയിച്ചവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ. അർജുനൻ പോയിട്ട് ആശ്രയിച്ചു, പാണ്ഡവരെ ആശ്രയിച്ചു, കൃഷ്ണനെ രക്ഷിക്കണ്ടേ? ദുര്യോധന ആശ്രയിച്ചൊന്നുമില്ല. ആശ്രയിക്കാത്തവർ മലയാളത്തിൽ പറയാച്ച പോയി പണി നോക്കട്ടെ. തന്നെ ആശ്രയിക്കാത്തവർ തനിക്കെന്താ? ആശ്രയിച്ചവരെയല്ലേ രക്ഷിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഏതൊരു ഭഗവാൻ ശരണാഗത വത്സലനായിട്ട് പാണ്ഡവരുടെ അപേക്ഷ സ്വീകരിച്ച് ദുര്യോധനനെ ഉപേക്ഷിച്ചു, കുരുക്കളെയും ഉപേക്ഷിച്ചുവോ? ആ ശ്രീകൃഷ്ണൻ്റെ കാര്യം എന്നർത്ഥം. നൂനം നൃപാണാം ത്രിമതോത്പദാനാം, 3 തരം അഹങ്കാരം, മഹി മുഹു ചാലയതാഞ്ചം സൈന്യങ്ങളെ കൊണ്ട് ഭൂമിയെ വിറപ്പിക്കുന്നവൻ, പഥാപ്രപന്നാർത്തി ജിഗീഷേഷോ, അങ്ങനെ ഏതൊരു ആശ്രയിച്ചവരെ ശരണം പ്രാപിക്കുന്ന ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ട കുരുക്കൾ, ഉപേക്ഷിക്കപ്പെട്ട ഭഗവാൻ ഗുരുണാം അജശ്ച ജന്മോത്പദനാശനായ കർമ്മണ്യകർത്തൃഗണായ പുംസാം നന്വന്യഥ കോർഹതി ദേഹയോഗം പരോ ഗുണാനാം ഉദകർമ്മതന്ത്രം. ഈ ഭഗവാനെ കുറിച്ച് പറയണം. അജസ്യ ജനിക്കാത്തവൻ, അജൻ എന്ന് പറഞ്ഞാൽ ജനിക്കാത്തവൻ, ജന്മരഹിതനും ജന്മ ഉത്പദനാശനായ, ജന്മം വഴിതെറ്റി നടക്കുന്നവരെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവനും, ജന്മോത്പദനാശനായ ഉത്പതന്മാർ, വഴി തെറ്റിയവർ, പഥം എന്ന് പറഞ്ഞാൽ വഴി, ഉത്പതന്മാർ വഴി തെറ്റിയവർ, അധർമ്മമാർഗികളെ ഒതുക്കാനായിക്കൊണ്ട്, കർത്താവല്ലാത്തവന് കർമാണി കർമ്മങ്ങൾ, പുംസാഗ്രഹണായ ജനങ്ങളുടെ ബോധത്തിനായിട്ടും ആകുന്നു. ഒക്കെ ഭഗവാന്റെ വിശേഷണങ്ങളാണ്. കർമ്മം ചെയ്യണമൊന്നുമില്ല, എന്നാലും കർമ്മം ചെയ്യണുണ്ട് എന്ന് തോന്നിക്കണു സജ്ജനങ്ങളെ രക്ഷിക്കാൻ, തൻ്റെ പഥത്തിൽ നിന്ന് തെറ്റിയവരെ ശിക്ഷിക്കാനായിക്കൊണ്ടും, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാത്തവനും ഇതിന് ബന്ധമില്ല എന്നർത്ഥം. കർമ്മം ബാധിക്കാത്ത ഒരാൾ ഭഗവാൻ മാത്രമേ. നമ്മളെയൊക്കെ കർമ്മം ബാധിക്കുന്നുണ്ട്. നല്ലൊരു കർമ്മം ചെയ്താൽ സന്തോഷം ഉണ്ടാവും. ആർക്കല്ലാത്തത്? ഒരു ദുഷ്കർമ്മ ചെയ്താലോ അതിൻ്റെ വിഷമം ഉണ്ടാവും. ഒരാൾ നമ്മളെ ബഹുമാനിക്കാഞ്ഞാൽ അതിലോട് പരുഷം ഉണ്ടാവും, ഇല്ലേ? നമുക്കൊക്കെ കർമ്മമായിട്ട് അന്യ കർമ്മബന്ധങ്ങളെ. അപ്പോൾ കർമ്മബന്ധമില്ല പറഞ്ഞാൽ അതൊന്നും ഉണ്ടാവാണ്ടേ വേണം. ആരെങ്കിലും അപമാനിച്ചാലും ഒരേപോലെ തുല്യ നിന്ദാസ്തുതിർ മൗനി. ഒരാൾ കുറേ സ്തുതിച്ചോ ഏമായിട്ട് ഇങ്ങനെ പറയുന്നു വേണ്ടാക്കി, അങ്ങനെ ഉണ്ട് ആദരവ് കിട്ടി, പലതരത്തിലുള്ള സമ്മാനങ്ങൾ കിട്ടി, ഷോള് പതിപ്പിച്ചോ ഷോളൊക്കെ പതിപ്പിച്ച ചില ആൾക്കാർക്ക് കർമ്മബന്ധമാണത്. അതും ഒരുപോലെ എടുക്കണം. ഇനി ഒരാൾ ചീത്ത പറഞ്ഞാലോ അതും ഒരുപോലെ എടുക്കുക. അങ്ങനെയുള്ളവർക്കാണ് നമുക്ക് കർമ്മബന്ധം. ഭഗവാനുണ്ടോ? കുറേ സ്തുതിച്ചാൽ എന്തെങ്കിലും പ്രശ്നം, സ്തുതിച്ചില്ലെങ്കിലോ അതിൻ്റെ പ്രശ്നവുമില്ല, രണ്ടുമില്ല. ജന്മോത്പദനാശനായ അകർത്തു, ഒന്നിനും കർത്താവല്ലാത്ത കർമ്മങ്ങളെ ബാധിക്കാത്ത, ജനങ്ങളെ സേവിക്കാൻ വേണ്ടി മാത്രം കർമ്മം ചെയ്യണു. എന്നിട്ടോ അന്യത ഗുണാനാംബര, നിർഗുണനായിട്ടുള്ള ഭഗവാൻ ദേഹയോഗ, ശരീരത്തോടുള്ള ചേർച്ചയെയും കർമ്മതന്ത്രത്തെയും അർഹിക്കുന്നു. ഒക്കെ ലോകരക്ഷയ്ക്കും
ലോക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നവനും ആണ് ആ ഭഗവാനെ ഒന്നാണ് കീർത്തിച്ചു. അജസ്യ ജന്മോത്പദനാശനായ ആരെ നശിപ്പിക്കണം? ധർമ്മം തെറ്റി നടക്കണവരെ നശിപ്പിക്കുന്നവനും യാതൊരു കർമ്മങ്ങളും ബാധിക്കാത്തവനും. എന്തിനു വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യണു? സജ്ജന സംരക്ഷണത്തിന് വേണ്ടി മാത്രം കർമ്മങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യണമെന്നല്ലാണ്ട് തനിക്കൊന്നുമില്ല. അങ്ങനെയുള്ള കൃഷ്ണൻ്റെ കാര്യം തസ്യ പ്രപന്നാഖില ലോകപാനാം അമർത്തിദാനാം അനുശാസനേ സ്വേ അർത്ഥായ ജാതസ്യ ദുഷ്യജസ്യ വാർത്താം സഖേ കീർത്തയ തീർത്ഥകീർത്തേ. എനിക്കിപ്പോൾ കേൾക്കേണ്ടത് ഈ പറഞ്ഞവരുടെയൊക്കെ ഒന്ന് അന്വേഷിച്ചു എന്നേ ഉള്ളൂ. അതന്നെ ഭഗവാന്റെ ആൾക്കാരായതുകൊണ്ട് വിസ്തരിച്ച് കേൾക്കേണ്ടത് എന്താ അറിയോ? ആ കൃഷ്ണൻ്റെ കഥ തന്നെയാണ്. അതിനാണ് 2-3 ശ്ലോകം കൃഷ്ണനെ പറ്റി പറഞ്ഞത്. ഉത്പതന്മാരുടെ നാശത്തിനായിട്ട് ഉള്ളവൻ, ആശ്രയിച്ചവരെ ശരണം പ്രാപിക്കുന്നവനും കൗരവരെ ഉപേക്ഷിച്ചവനും അതുപോലെ തന്നെ കർമ്മങ്ങൾ കേവലം ലോകരക്ഷയ്ക്കായിട്ട് ആൾക്കാരെ ബോധിപ്പിക്കാൻ മാത്രം ചെയ്യുന്നവനും കർമ്മബന്ധവും ഇല്ലാത്ത ഒക്കെ കൃഷ്ണൻ്റെ വിശേഷണങ്ങളാണ്. ഇനിയോ ഒടുവിൽ പറയുന്ന തത്യപ്രപന്നാഖില ലോകമാനാം ശരണം പ്രാപിച്ചവരെ ആശ്രയിക്കുന്ന ശരണാഗത വത്സലനായ സ്വേ അനുശാസനേ തൻ്റെ ആജ്ഞയിൽ അവസ്ഥിതാനാം നിലനിൽക്കുന്നവരുടെയും അർത്ഥായ പ്രയോജനത്തിനായിക്കൊണ്ട് ശരണാഗതന്മാരായ സകല ദിക്പാലന്മാരുടെയും തൻ്റെ ആജ്ഞയിൽ നിലനിൽക്കുന്നവരുടെയും 2 കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് ദിക്പാലകന്മാർ, പിന്നൊന്നോ തൻ്റെ ആജ്ഞാനുവർത്തികൾ. അവരുടെ പ്രയോജനത്തിനായിക്കൊണ്ട് അല്ലയോ ഉദ്ധവ ആ ഭഗവാന്റെ പരിശുദ്ധമായ കീർത്തി പറയൂ. അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇതാ വെമ്പലോട് കൂടിയിട്ട്, അത്ര ആഗ്രഹത്തോട് കൂടിയിട്ടല്ലേ ഞാൻ നിൽക്കുന്നത്. തീർത്ഥകീർത്തേ പരിശുദ്ധമായ കീർത്തിയോടുകൂടിയ അജസ്യ വാർത്തയെ കീർത്തിച്ചാലും കഥയമമ കഥകളതിസാഗരം കാകുസ്തലീലകൾ കേട്ടാൽ മതിവരാ. ഇത്ര കൊല്ലപ്പായി രാമായണം ആസ്വാചരിക്കാൻ തുടങ്ങിയിട്ട്. ഇനി കർക്കിടത്തിയാലോ രാമ 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 അതിൻ്റെ ആ പുതുമ ഒട്ടും കുറയണില്ല. അതന്നെ എവിടെയും വാർത്താം സഖേ കീർത്തയ തീർത്ഥ കീർത്തേ. പരിശുദ്ധമായിട്ടുള്ള കീർത്തി ഏതൊരു ഭഗവാനാണോ ഉള്ളത് ആ ഭഗവാന്റെ കീർത്തി അല്ലയോ ഉദ്ധവ വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്നോട് പറയണേ എന്നങ്ങനെ അപേക്ഷിച്ചിട്ട് അധ്യായം അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ആ അധ്യായം ഒന്ന് പാരായണം ചെയ്തിട്ട് ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. തൃതീയ സ്കന്ധ പ്രഥമ അധ്യായ. ശ്രീശുക ഉവാച ഏവമേതത് പുരാ പൃഷ്ടോ മൈത്രേയോ ഭഗവാൻ കില ഛത്രാവനം പ്രവിഷ്ടേന തത്വാ സുഗൃഹമൃത്യുമൽ യദ്വാ അയം മന്ത്രകൃദ്ധോ ഭഗവാനഖിലേശ്വര പൗരവേന്ദ്ര ഗൃഹം വിത്ത പ്രവിവേശാത്മസാത്കൃതം. പ്രവിവേശ എന്ന് വായിക്കുമ്പോൾ പ്രവിവേശ എന്ന് തന്നെ വായിക്കണം, പ്രവേശാത്മസാത്കൃതം. ചിലർ വായിക്കും ഒരു വി വിടാറുണ്ട്. 2 അക്ഷരം ഒരുമിച്ച് വരുമ്പോൾ ആ 2ഉം വേറെ വായിക്കാൻ ശ്രദ്ധിക്കണം. ഏതക്ഷരമായാലും 2 അക്ഷരം അടുത്തടുത്ത് വന്ന ഒന്ന് വിടലുണ്ട്. പ്രവേശാത്മ എന്ന് വായിക്കരുത്, പ്രവിവേശാത്മ. ഒന്നിങ്ങനെ കുറഞ്ഞാലും ഇല്ല, ഹമ്പ് ചാടണ പോലെ. പ്രവിവേശാത്മസാത്കൃതം. രാജോവാച കുത്രക്ഷത്ര ഭഗവത മൈത്രേണാസംഗമ കഥാവാതകതം വാദ ഏതത് വർണ്ണയന പ്രവോ നക്കൽ പാർത്ഥോദയത്തസ്യ വിതരത്യാമലാത്മനാഥന്വരയതി പ്രശ്നസാധുവാദോ ഭൃങ്കിത. വിതരൻ്റെ വർത്തമാനങ്ങളൊന്നും കാമ്പില്ലാത്തതാവുകയില്ല, അതുകൊണ്ട് എനിക്ക് കേൾക്കണം. സൂതവാച സേവം ശിവര്യോയം പിട്ടോരാജ്ഞാ പരീക്ഷിത പ്രത്യാഗതം തു ഭഗവൻ പ്രീതാത്മാശു യഥാമിതീശീശവാച യഥാ ദുരാജ ശ്രുതാനതോദൻ
അസാധൂൻ പുഷ്ടന്നധർമ്മേണ വിനട്ടദൃഷ്ടി പ്രാദുർയവിട്ടരുതാൻ ബിബന്ധൻ പ്രവേശലാക്ഷാഭവനേ ദദാഹ. അരക്കില്ലത്തിലിട്ട് ചുടറുന്നത് ദുര്യോധനൻ്റെ ദുശ്ചേഷ്ടിതങ്ങളാണ്. യഥാർത്ഥ ഭാര്യാം ഗുരുദേവദേവിയാ കേശാഭിമർശം വസ്ത്ര ആക്ഷേപം. സ്തുത കർമ്മഗർക്യൻ ന വാരയ തട്ടുത്തില്ല ധൃതരാഷ്ട്രർ ന വാരയ മാസനിർഭസ്നുഷായ സ്വത്രേഖരന്ത്യാകുജകുങ്കുമാനി. സ്നുഷ എന്ന് പറഞ്ഞാൽ മകൻ്റെ ഭാര്യയാണ് കേട്ടോ. ദ്യൂതേ ത്വധർമ്മേണ ജിതോ തത്യാവലംബത്യവനാഗതസ്യ ന യാചതോദാർസമയേന ദായം തമോജുഷാണു യഥജാതശത്രോ. യഥാ ച പാർത്ഥപ്രകിതസ്വഭായാം ജഗുരു യാനി ജഗാത കൃഷ്ണ ന താനി പുംസാമൃതായനാനി രാജോരുമേനേഷത പുണ്യലേശ. യഥോ ബഹൂതോ ഭവനം പ്രപിട്ടോ മന്ത്രായ പൃഷ്ടക്കില പൂർവജേന അതാക തന്മന്ദചാംബരീയാനൻ മന്ത്രിണോ വൈതുരികം വദന്തി. പിന്നെ വിതുരൻ ധൃതരാഷ്ട്രർക്ക് ഉപദേശം കൊടുത്തതിനെ പറഞ്ഞു. അതിനെയാണ് വൈതുരികം വദന്തി, വിതുരവാക്യം എന്ന് പറയണത്. എങ്ങനെയെങ്കിലും യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണം. എന്താ വിതുര ഞാൻ ഇപ്പോൾ വേണ്ടതെന്ന് ചോദിക്കുകയാണ് ധൃതരാഷ്ട്ര. ആ ഉത്തരമാണ് വൈതുരികം വദന്തി, വൈതുരിക വാക്യം എന്ന് പറയുന്നത്. അജാതശത്രോപതിയച്ചദായം തിദിക്ഷതോ ദുർവിഷകം ദവാഗ സഹാനുജോ യത്ര മൃഗോദരാഖിശ്വസന്നുഷായത്വമലം ബിഭേഷി പാർത്ഥാൻ ത്രിദേവോ ഭഗവാൻ മുകുന്ദോ ഗൃഹീതവാൻ സച്ചിദേവദേവ ആത്തേ സ്വപുര്യാം യദുദേവദേവോ വിനിത്യദാശേഷ നിർദേവദേവ. സയേഷ ദോഷപുരുഷത്തിടാർത്തേ ഗൃഹാൻ പ്രവിഷ്ടോ എമ്പപത്യമത്യ പുഷ്ണാതികൃഷ്ണാത്മികോ ഗതശ്രീ തജാശൈവങ്കുലകൗശലായ. ഈ ശ്ലോകം ഇതിൻ്റെ മുമ്പത്തെ ശ്ലോകവും വിതുരവാക്യത്തിൻ്റെ 2 കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ അതൊന്നും പറഞ്ഞില്ല. 2 കാര്യം. ധൃതരാഷ്ട്രരെ അവർക്ക് കൊടുക്കേണ്ട ഭാഗം കുറച്ചെങ്കിലും കൊടുത്തോളൂ, യുദ്ധം ഒഴിവായി കിട്ടും. ഒരു കാര്യം. രണ്ടാമതോ ആ ദുര്യോധനനെ ലെപ്പിട്ടിച്ചാണ് പുറത്താക്കുക. ആ മൂപ്പരുള്ളിടത്തോളം കാലം യുദ്ധം ഉണ്ടാവുകയും ചെയ്യും, ഇതൊക്കെ മുട്ടിക്കുകയും ചെയ്യുന്നതാണ്. ഇത്യൂജിവാൻ തത്ര സുയോധനേന പ്രവൃത്ത കോപത്പുരിതാധരേണ. സുയോധന ദുര്യോധനൻ രണ്ടും തന്നെയാണ്. ദേഷ്യം വന്നത് കേട്ടും കൊണ്ടാണ് വന്നതേ. അസകൃതത്വഗണീയശീലക്ഷത്താഴകർണാണ സൗബലന പോറസാക്കി കയേന മന്ത്രോപജുഗാപജിമ്മം ദാസ്യാസുജം യത്ബലിനേവ പുട്ടാ തത്പ്രതീപരകൃത്യാർത്ഥേ നിർവാസ്യതാമാശുപുരാശ്വസാന സൈത്തമത്തുൽപണകർണാസീപുത്രൻ. ഇവനെ ഇപ്പം ആരങ്ങോട്ട് വിളിച്ച് അപമാനിച്ചു ദുര്യോധനൻ. സൈത്തമത്തുൽപണകർണബാണെ ചെവിയിൽ അസ്ത്രം തറച്ച പോലെ കേട്ടു വിതുരൻ. പ്രാദുർപുരോമർമ്മസു താടിതോപി സ്വയം ധനുധാരിനിദായമായ സ്നേഹമാകുന്ന വില്ലൊരൊറ്റ വയ്ക്കലവിടെ. ഇനി ഇവിടെ ഇരിക്കാൻ പറ്റില്ല. യഥോയാതൊരു മാനയൻ അപമാനിക്കപ്പെട്ട സജ്ജനങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കില്ല. സനിർഗതക്കൗർഭപുണ്യലബ്ധോ ഗജാഹ്വയത്തീർത്ഥപദപദാനി അന്വാക്രമൽ പുണ്യജിഗീഷ്ടയോർവ്യാം സ്വദിഷ്ടിതോ യാനി തകർത്രമൂർത്തി പുരേഷു പുണ്യോ ഭുവനാത്രി കുഞ്ചേഷ പങ്കതോ യേഷു തരസ്സു. തടാകങ്ങൾ, അതുപോലെ തന്നെ അമ്പലങ്ങൾ, അവിടെയൊക്കെ ദർശിച്ച് നടന്നു. പുണ്യസ്ഥലങ്ങൾ, പുണ്യതീർത്ഥങ്ങൾ. പുരേഷു പുണ്യോ ഭുവനാത്രി കുഞ്ചേഷു പങ്കതോ യേഷു സരിസരസ്സു അനന്തലിംഗേ സമലംഗദേശാരതീർത്ഥായതനേഷനന്യ ഗാംഭര്യടന്മേത്തവിവേക്തവൃത്ത സദാ പ്ലുതു അധശയനോപതൂത. നിലത്ത് കിടക്കണം, തീർത്ഥയാത്രയാണെങ്കിലും വ്രതാണെങ്കിലും. അഥാപ്ലുതോ സദാണ്. സദാ പ്ലുതോ അധശയനോപതൂത അലക്ഷിതർത്തേരവതൂത വേഷോ വ്രതാനി ചേരേ ഹരിതോഷണാനി ഇത്തം പ്രജൻ ഭാരതമേവ വർഷം കാലേന യാവൻ പ്രഭാതം താവച്ച സാക്ഷിതിം ഏകചക്രാമേകാതപത്രാമജിതേന പാർത്ത തത്രാത ശുശ്രാവത വിനഷ്ടിം വനം യഥാ വേണുജവന്യ സംശയം സന്തര്യതാ തത്പർദ്ധയാ രക്തമതാനുശോചൻ സരസ്വതി പ്രത്യകിയായ തൂഷ്ണീം. യുദ്ധം ഉണ്ടാവുകയാണ്, യോഗം നശിക്കുകയാണെന്ന് കണ്ടപ്പോൾ സരസ്വതി തീരത്ത് മിണ്ടാതിരുന്നു. തസ്യാം തിസശോഷണസോ മനോച്ചാപൃതോരതാഗ്നേരഥിതസ്യവായോ. 11 തീർത്ഥങ്ങളാണ് വിതുരൻ ദർശിച്ചത്. തിസസ്യ ഉശനസ് മനോച്ച പൃഥോരഥാഗ്രേ അഗ്നി അസിതസ്യ വായോ തീർത്ഥം തുദാരത്യഗവാങ്കുകത്യാദേവസ്ഥ ആസിചേവേ. അന്യാനി ചേകദേവദേവൈ കൃതാനി നാനായതനാനി വിഷ്ണോ പ്രത്യംഗമുഖ്യാങ്കിത മന്ദിരാണി ദർശന കൃഷ്ണമനുസ്മരന്തി. കിഴക്ക് മാട്ടയിൽ തന്നെ കൃഷ്ണനെ സ്മരിക്കുന്ന സ്ഥലങ്ങൾ ദർശിച്ചു.
തതത്തത് പ്രജ്ജസുരാട്ടമൃത്തം സ്വവീരമർത്യാൻ കുരുജാങ്കലാച്ച ദർശിച്ച സ്ഥലങ്ങൾ കാലേന താപത് യമുനാമുപേത്യ യമുനാതീരത്തെത്തി തത്രോദ്ധവം ഭാഗവതം ദദർശ ഭക്തനായിട്ടുള്ള ഉദ്ധവനെ കണ്ടു. സ വാസുദേവാനുചരം പ്രശാന്തം ബൃഹത്പദേ പ്രക്തനയം പ്രതീതം ആലിംഗ്യഗാഠം ആലിംഗനം ചെയ്തു. പ്രണയേന ഭദ്രൻ സ്വനാമവൃച്ഛത് ഭഗവത് പ്രജാനാം കച്ചിത് പുരാണോ പുരുഷോസനാഭ്യ ആത്മാനുവൃത്തേഹ കിലാവതീർണോ ആസാദ ഉർവ്യാങ്കുശലം വിധായക് ദക്ഷിണൗ കുശലം ചൂരഗേഹേ. കുശലാന്വേഷണങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ട്. കച്ചിത് കുരൂണാം പരമസ്തുകുരുന്നോ ഭാമസാർത്തേ സുഖമംഗശൗരി. വസുദേവർ യോ വൈ സ്വത്രീണാം പിതൃപദ്ദാതി പരാത്പദാന്യോ വരതർപ്പണേന കച്ചിത് വരൂധാതിപതിർ യദൂനാം പ്രദ്യുന്ന ആസ്തേ സുഖമംഗവീരായം രുക്മിണീ ഭഗവതോപി ലേപേ ആരാത്തവിഘ്നാം പരമാതിദർഗേ. കച്ചിത് സുഖം സാത്തത വൃഷ്ണിഭോജതാർച്ചാർഗാണാമതിഭർത്തയാർത്തേ പഷിഞ്ചൽശതപത്തനേത്രോ നിർബാധനാ ചാമ്പരികൃത്യ ദൂരാൾ ഉഗ്രസേനൻ കച്ചിത് ധരേ സൗമ്യതുതൃഷ്ട ആത്തേ ഗണീരദിനാന്ത അതു സാമ്പ അസൂദയം ജാമ്പവതി പ്രതാഡ്യ സാമ്പൻ. ജാമ്പവതി സുതനായ സാമ്പൻ. ദേവം ഗുഹം സുബ്രഹ്മണ്യൻ. ഗുഹൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ. യോംബികായ അതുദോക്നേ ഭഗവതിയുടെ ഗർഭത്തിൽ ജനിച്ചവരാണ്. കേമത്തല്ലാണ്ടിരിക്കും. അംബികായാം ദേവം ഗുഹം അംബികയാതോ അഗ്നേ ക്ഷേമം തകച്ചുദാനാത്തെ കുനാലൂരകത്യാലേ വ്യഞ്ജസാദോക്ഷസേവയേവ ഗതീന്ദീയാം നിതിബർദുരാവാം. ഓരോരുത്തരുടെ കാര്യങ്ങൾ. കച്ചിത് ബുധത്തനമീവാത്തേഷുബർക്കപുത്രോ അക്രൂരൻ ഭഗവത് പ്രപന്ന കൃഷ്ണപാദാം ഗിതമാർഗവാം സോ അചേട്ടത പ്രേമ വിഭിന്നതേരിയാം. കച്ചിത് ശിവം ദേവകഭോജപുത്യാ വിഷ്ണു പ്രജായൈവ ദേവമാതോയാവേ സ്വഗർഭേണ ദദാരദേവ ത്രൈ യഥാ യജ്ഞവിധാനമർത്ഥം. ഭഗവാനെ ഗർഭത്തെ ധരിച്ച ദേവകിയുടെ കാര്യം. അപർത്തിതാർത്ഥേ ഭഗവാൻ തുകമ്പോയ സ്വാത്തതാങ്കാമതുഗോ അനിരുദ്ധൻ യഥമാമനന്ദിത്മകശബ്ദയോനി മനോമയം സത്തതുരീയ തത്വം. നാലാമത്തെ തത്വം ബുദ്ധിയുടെ ദേവനാണ് അനിരുദ്ധൻ. അഭിസ്തുതന്നേജ ജിതാത്മദേവമനന്യവൃത്യാതു മനുപ്രദായേകതേകതത്യാത്മചാരുദേഷ്ണഗതാദയ സ്വസ്തിചരന്തിതോമ്യാഭിത്തദോർഭ്യാമജയാച്യുതാഭ്യാന്തർമ്മേണ ധർമ്മ പരിപാതസേതും ദുര്യോധനോദപ്പതയത്വഭായ സാമ്രാജ്യലക്ഷ്മ്യ നിജയാനുവൃത്യ. കഷ്ടം. ശോചിക്കേണ്ട അവസ്ഥയില്ലേ ആ ദുര്യോധനൻ്റെ. നല്ല ആൾക്കാരെ പറ്റി പറഞ്ഞു, ചീത്ത ആൾക്കാരും ഉണ്ട്. ആ ദുര്യോധനൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് കഷ്ടം തോന്നുകയാണ് എനിക്ക്. കിം വാകൃത ആകേഷ്ടകമത്യമക്ഷോഭിമോഹിവത്തിർഗതമമ്യമിഞ്ചല്യത്യാംഗ്രിപാദം രണപൂർണദേഹേ മാർഗം ഗതാചരിതോ വിചിത്രം. ദുര്യോധനോദപ്പതയത്വഭായാം സാമ്രാജ്യലക്ഷ്മ്യായ വിജയാനുവൃത്യ. പിന്നെ ഭീമൻ്റെ കാര്യമാണ് പറഞ്ഞത്. കച്ചിത് യശോധ. യശോധ എന്ന് പറഞ്ഞാൽ യശസ്സിൻ്റെ മൂർത്തിയായിട്ടുള്ള അർജുനൻ. കച്ചിത് യശോധാരതയുധവാനാം കാണ്ഡീവതന്നോപരധാരിരാത്തെ അലക്ഷിതോയച്ചരകൂടകൂടോ മായാഖിരാതോ ഗിരിശസ്തുതോഷ. ഗിരിശൻ ശിവനെ സന്തോഷിപ്പിച്ച അർജുനൻ്റെ കാര്യം. മാമുദസ്സിത്തനയോ പ്രദായ പാർത്ഥോ പത്മവിലക്ഷിണീവ രേമാത ഉദ്ധായ മൃദേത്വരിക്തം പരാർത്ഥുപർണാഭ്യഭക്തിഭക്താലഹോ പ്രതാപി തേദർക്കവാർത്തേ രാജക്ഷിവരേണ വിനാപിതേന. പാണ്ഡുല്യാത്ത കുന്തിയുടെ ഒരു കാര്യം ആലോചിച്ച് നോക്കുകയാണ്. പ്രത്യേക വീരോധിരഥോ വിജിദ്യേ. പാണ്ഡുവിൻ്റെ പ്രത്യേകത തീരഥനാണ് യുദ്ധത്തിൽ. തേരിലിരുന്ന് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവൻ. അങ്ങനത്തെ പാണ്ഡുല്യാത്ത കുന്തി. ധനുർദിദീയക്കകുപച്ചതത്താതോമ്യാനുശേചേതമതപ്പതന്തം പ്രാത്രേ പരേത ഇത് ദൃഗേയ നിർയാപിതോ ഏനത് കുരുത്തപുര്യാമഹം സപുത്താന്തമനുമതേന സോഹം ഹരേ മർത്തനി. കൃഷ്ണൻ്റെ കാര്യം ഏറ്റവും പ്രധാനം. സോഹം ഹരേർ മർത്യവിഡംബനേന ദിശോ തൃണാംജാലേതോ വിധാതു അന്യോപലക്ഷ്യ. മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത മാഹാത്മ്യത്തോട് കൂടിയവൻ. മനുഷ്യൻ്റെ പ്രവൃത്തികൾ എടുക്കണോ, മനുഷ്യൻ്റെ രൂപമുണ്ട്. ഇതൊന്നും അല്ല ഭഗവാൻ. പദവീം പ്രസാദ ചരാമി പശ്ചൻ ഗത വിസ്മയോത്ര നൂനം നൃപാണാന്തിമതോത്പദാനം. 3 തരത്തിലുള്ള അഹങ്കാരിയായിട്ടുള്ള ദുര്യോധനൻ. നൂനം നൃപാണാന്തിമതോത്പദാനം മഹീംബുച്ചാലേതാം ചമൂഭി പദ പ്രപന്നാർത്തി ജിഗീഷേഷോരുപേക്ഷിതാഹം ഭഗവാൻ ഗുരൂണാം അജസ്ത ജന്മോത്പടനാശനായ കർമ്മണ്ണ കർത്തൃകീണായ പുംസാം നന്വന്യഥ കോർഗതി ദേഹയോഗം പരോ ഗുണാനാമുത കർമ്മതന്ത്രം. കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ മറ്റുള്ളവരെ ഒപ്പിക്കാൻ വേണ്ടി മാത്രം. പിന്നെ ഉത്പതനാശനായ ധർമ്മം തെറ്റി നടക്കുന്നവരെ നശിപ്പിക്കാൻ. ആരോ ഉത്പതനാശൻ. ഉത്പതന്മാർ
ധർമ്മം തെറ്റി നടക്കുന്നവർ അവരെ നശിപ്പിക്കുക. തസ്യ പ്രപന്നാഖില ലോകപാനാം അവർത്തിദാനാമനുശാസനേഷേ അർത്ഥായ ജാതത്തെ ദുഷ്ടജസ്യ വാർത്താം സഖേ. കീർത്തയ ഭഗവാന്റെ കഥ പറയൂ ഉദ്ധവ. ഞാൻ എന്താ ആഗ്രഹിച്ചിങ്ങനെ അത്യാഗ്രഹത്തോടു കൂടി ഇത് കേൾക്കാൻ നിൽക്കുകയാണ് ഇവിടെ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യംപിതായം തൃതീയ സ്കന്ധേ പിതരോദ്ധവ സംവാദേ പ്രഥമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.